ടീച്ചർ മീറ്റിംഗ് തുടങ്ങാമോ? എങ്ങനെയാണ്? അനി ടീച്ചർ ഉണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. തുടങ്ങാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സീമ ടീച്ചർ തുടങ്ങാമല്ലോ. എസ്ഐഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഓക്കെ. Good morning to one and all. Good morning. A pleasant day, and it's a pleasure to have all of you here. We all are gathered here for the much-awaited inaugural function of the 5-day online FTP PCB Design Mastery for Educators. On behalf of Ashwati S. Nair, Lecturer in Electronics Engineering, Co-Coordinator of the FTP, along with the Department of Electronics Engineering, in association with the Sitter Kalamasheri, extend a warm welcome to all the dignitaries and attendees present online from various esteemed institutions. Now, let's invoke the blessing with success and harmony. I request everyone to kindly join for the prayer. ഞങ്ങളിൽ വിരിഞ്ഞു നിന്നതായിലും വിളർന്നതാരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വിരിഞ്ഞു നിന്നതായിലും വിളർന്നതാരകത്തിലും വിളങ്ങിടും പ്രഭാവമേ ഞങ്ങളിൽ വിരിഞ്ഞു ും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ Now, let's begin this auspicious occasion with warm welcome to all our dignitaries. I would like to invite our respected principal, Srimati Leena Mary John, to deliver the welcome address. Thank you, Ashwati. Good morning, all. ബഹുമാനപ്പെട്ട സീനിയർ ജോയിന്റ് ഡയറക്ടർ സീമ ടീച്ചർ, സിറ്റർ ജോയിന്റ് ഡയറക്ടർ അനി ടീച്ചർ, സിറ്റർ ഡെപ്യൂട്ടി ഡയറക്ടർ ദീപ ടീച്ചർ, നെടുമങ്ങാട് പോളിടെക്നിക്കിലെ ഇലക്ട്രോണിക്സ് വിഭാഗം HOD പാർവതി ടീച്ചർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് HOD ഷീന ടീച്ചറിന്റെ അഭാവത്തിൽ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഷാജഹാൻ സാർ, CT ഡിപ്പാർട്ട്മെന്റിന്റെ HOD ഇൻചാർജ് സജി സാർ, ഈ കോഴ്സിന്റെ റിസോഴ്സ് പേഴ്സൺസ്, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറേഴ്സും ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സുമായ സബിത ടീച്ചർ, അശ്വതി ടീച്ചർ, ഈ കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവിധ പോളിടെക്നിക്കുകളിലെ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസിലെ ഡിയർ പാർട്ടിസിപ്പൻസ്, സ്റ്റാഫിന് വേണ്ടി ഞങ്ങളുടെ പോളിടെക്നിക്കിൽ ആദ്യമായി നടത്തുന്ന ഒരു കോഴ്സാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. PCB ഡിസൈനും അനുബന്ധ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ കോഴ്സിന്റെ പേര് PCB ഡിസൈൻ മാസ്റ്ററി ഫോർ എഡ്യൂക്കേറ്റേഴ്സ് എന്നാണ്. PCB ഡിസൈനുമായി ബന്ധപ്പെട്ട് അതിന്റെ അനുബന്ധ സോഫ്റ്റ്വെയറുകളും ഒക്കെയായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും സിറ്ററിന്റെ കീഴിൽ FDPകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെയുള്ള ഒരു കോഴ്സിന് എത്രമാത്രം സ്റ്റാഫ് അപ്ലൈ ചെയ്യുമെന്ന് ഞങ്ങൾക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. എപ്പോഴും ഫാക്കൽറ്റിക്ക് വേണ്ടിയാണ് കോഴ്സുകൾ നടത്തുന്നത്. എന്നാൽ ലാബിൽ വരുമ്പോൾ ലാബ് സ്റ്റാഫിനാണ് സെമിസ്റ്റർ ഉടനീളം വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് ലെക്ചറേഴ്സ് പറഞ്ഞു കൊടുത്തിട്ട് പോകുന്ന പോർഷൻസ് ഒക്കെ വിദ്യാർത്ഥികൾ ചെയ്തോ എന്ന് ഉറപ്പ് വരുത്തേണ്ടി വരുന്നത്. അതിനാൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി
അവരും അറ്റൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്കും തോന്നി. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു കോഴ്സ് നടത്തുന്നതിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ PCB ഡിസൈനുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളെ പറ്റിയുള്ള ഈ കോഴ്സ് HOD-മാർക്കും ലെക്ചറേഴ്സിനും ലാബ് സ്റ്റാഫിനും ഒക്കെ അറ്റൻഡ് ചെയ്യുകയും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും അത് അവതരിപ്പിക്കുവാനായി ഇവിടുത്തെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചത്. പ്രാക്ടിക്കലായി നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ ഈ കോഴ്സ് പ്രയോജനപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അധികം നീട്ടുന്നില്ല. ഔപചാരികതയുടെ ഭാഗമായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ഇനോഗ്രൽ സെഷന്റെ അധ്യക്ഷയായിരിക്കുന്നത് നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിറ്റർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാം മാഡമാണ്. ആദ്യം മുതൽ തന്നെ ഇങ്ങനെ ഒരു കോഴ്സ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്ത് കൺസേൺ ഉള്ളപ്പോഴും അത് അനി ടീച്ചറിനോട് ഷെയർ ചെയ്യുകയും അതിന് വേണ്ട രീതിയിലുള്ള സജഷൻസ് ഒക്കെ ആ അവസരത്തിൽ ഞങ്ങൾക്ക് തന്നിരുന്നതും അനി ടീച്ചറാണ്. ഈ ഇനോഗ്രൽ സെഷനിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറെ സ്നേഹ ആദരവുകളോടെ ടീച്ചറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സീനിയർ ജോയിന്റ് ഡയറക്ടർ സീമ ടീച്ചർ. ഇന്ന് രാവിലെ കുറച്ചു മുമ്പ് മാത്രമാണ് ടീച്ചർ കാഞ്ഞങ്ങാട് നിന്ന് യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. പോളിടെക്നിക്കിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏത് നല്ല കാര്യമായി മുമ്പോട്ട് പോയാലും സ്റ്റാഫിന് പ്രചോദനമായി നിൽക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ സീമ ടീച്ചർ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ കോഴ്സിൽ ഇനോഗ്രേഷൻ ചെയ്യാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സീമ ടീച്ചറിനും ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. കോഴ്സിന്റെ പ്രപ്പോസൽ കൊടുക്കുന്നതിനും അതിന്റെ അപ്രൂവൽ സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് തന്ന വ്യക്തിയാണ് ദീപ ടീച്ചർ. ദീപ ടീച്ചറിനെയും ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഈ കോളേജിലെ ഇലക്ട്രോണിക്സിന്റെ HOD പാർവതി ടീച്ചറാണ്. ഈ കോഴ്സ് നടത്തുവാൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരോടൊപ്പം ഒരു നെടും തൂണായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഇലക്ട്രോണിക്സ് HOD ഡോക്ടർ പാർവതി ഭാസ്കറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കോഴ്സിന്റെ റിസോഴ്സ് പേഴ്സൺസ് ആയ ശ്രീ ലാലു, അസിസ്റ്റന്റ് പ്രൊഫസർ CT, ഈ സ്ഥാപനത്തിലെ തന്നെ സ്റ്റാഫ് അംഗങ്ങളായ ശ്രീ ഷെറിൻ അയ്യൽ, ലെക്ചറർ സനിൽകുമാർ, ഡെമോൺസ്ട്രേറ്റർ. ഈ കോളേജിലെ ഇലക്ട്രോണിക്സിന്റെ ഡെമോൺസ്ട്രേറ്ററായി വർക്ക് ചെയ്യുകയും ഫോർമാനായി ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് പ്രൊമോഷനായി പോവുകയും ചെയ്ത ശ്രീ സുരേഷ് കുമാർ എന്നിവർക്കും ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഈ കോഴ്സിന്റെ സാക്ഷാത്കാരത്തിലേക്ക് അക്ഷീണം പ്രയത്നിച്ച ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയ ഇലക്ട്രോണിക്സ് ലെക്ചറേഴ്സ് ശ്രീമതി സബിത, ശ്രീമതി അശ്വതി, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരെയൊക്കെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിന് ആശംസകൾ നേരുവാൻ സന്നിഹിതരായിരിക്കുന്ന കമ്പ്യൂട്ടർ HOD ഇൻചാർജ് സജി സാർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് HOD-യുടെ അഭാവത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ശ്രീ ഷാജഹാൻ സാർ, ഇവരെയൊക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ കോഴ്സ് തങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നായി കാണുകയും ഞങ്ങളോടൊപ്പം ചേരുകയും ചെയ്തിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആയ ഓരോ അധ്യാപകർക്കും ലാബ് സ്റ്റാഫ് അംഗങ്ങൾക്കും ഈ യോഗത്തിലേക്ക് ഈ അവസരത്തിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഒരിക്കൽ കൂടി ഈ കോഴ്സ് നിങ്ങൾക്ക് ഏറെ അറിവ് പ്രദാനം ചെയ്യുന്ന ഒരു നല്ല അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am, for your words of welcome that have set the perfect tone for the day. Now, let's get an insight into the program. To present the overview, I invite Dr. Parvati Bhaskar, Head of the Department of Electronics Engineering, GPTC, Nedumangad. Respected dignitaries and dear participants, I am Dr. Parvati Bhaskar. I am HOD Electronics Engineering in Government Polytechnic College, Nedumangad. I take this opportunity to tell a few words about the FDP named PCB Design Mastery for Educators. While we are planning this FDP, many topics came to our mind, and in the end we decided that
PCB design is an important subject for our students, for electronics engineers especially. So we decided to decide the subject on PCB design. And this PCB design and prototyping lab is included in the syllabus of electronics engineering, electronics and communication engineering, and biomedical engineering of our diploma programs. So our pioneering FDP is a humble initiative to fill the bridge between practical knowledge, that is theoretical knowledge, and practical hands-on experience. I very much feel that at the end of the day or end of the FDP, you will be able to take back with you a deep knowledge or deep understanding in this subject. As participants, you are all faculty members, you know the subject, but how to present it before the students while handling this particular subject, how we are going to handle the students, how we are going to give our expertise to the students. That is what we had in mind when we decide this PCB. So I am very sure our resource persons will surely give you something at the end of the day. And also I request all the participants to actively participate in interactive mode with the resource persons, so that the 100% outcome of this FDP will be served. In this FDP, the course is designed as PCB design, introduction to PCB design, software tools like Porteus, then how you are making the PCB and how to develop the PCB. So it is more like an hands-on training. So I request active participation from all the dear participants, and our eminent resource persons will surely guide you through this FDP for the next 5 days. And I am very proud to present the resource persons. Mr. Lalu, he has very deep knowledge in the subject, and he is an expert in this field. And Mr. Sherin, he is our own faculty, lecturer in electronics engineering, and he has thorough subject knowledge in this field. Then Mr. Suresh Kumar Vijay, he is the foreman of Technical High School, Nedimangat. He was with us, and he just now only got promotion as foreman. Most of you must know him. He has YouTube channels in various subjects also. And you will get an experience of his teaching. He is a very passionate teacher and has deep knowledge in almost all the subjects. And I am very proud at this moment to tell that he was my student during his part-time diploma studies. Mr. Sanal Kumar C, he is the backbone of our lab, and he is an industrial expert in this field, and he will be able to convey practical experience and his industrial experience with you participants. Mr. Nishil, he is an expert technician, and during this FDP, all the participants will be able to take back with you the knowledge that all these persons are having. So it is a knowledge sharing session, and I humbly present this FDP before you. And to get the outcome of the FDP, we are planning a real-time project presentation from the participants, and I request again all of you to involve actively, and in the end of the day, present what you have gained from this FDP, so that we are also happy that you gain something and we have done something as a knowledge sharing session. Thank you, one and all. Thank you, ma'am, for giving us an overview and setting the context for today's proceedings. Now it's the time for the presidential address.
We are honored to have Srimati Ani Abraham, Joint Director of SITR, as the President. We invite her to deliver the presidential address. Thank you. Most respected Senior Joint Director Srimati Seema K. Respected Principal of Government Polytechnic College, Nedumangad, Srimati Lina Mary John. Respected Deputy Director of SITR, Srimati Deepa Kaya. Coordinator of this program, Dr. Pavati Bhaskar. Head of the departments of various departments of Government Polytechnic College, Nedumangad. Respected resource persons of this faculty development program and dear participants. A very warm good morning to all of you. Government Polytechnic College, Nedumangad, ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ വിജയകരമായ നടത്തിപ്പിലേക്ക് വേണ്ട എല്ലാ ആശംസകളെയും ആദ്യമേ തന്നെ നേരിട്ടെ. കേരളത്തിലെ എല്ലാ പോളിടെക്നിക്കുകളും കുറച്ച് നാളുകളായി അതിദ്രുതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ പോളിടെക്നിക്കും ആ പോളിടെക്നിക്കിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ, അറിവുകളെ, ഫാക്കൽറ്റിയുടെ ക്വാളിറ്റിയെ, സ്റ്റുഡൻസിന്റെ നോളജ് ലെവലിനെ ഒക്കെയും അപ്ഗ്രേഡ് ചെയ്യുന്നതിനായിട്ട് വളരെ പുതിയ സ്റ്റെപ്പുകൾ എടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തില് PCB design for educators, PCB design mastery for educators എന്ന കോഴ്സ് ആയിട്ട് മുൻപോട്ട് വന്ന ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് നെടുമങ്ങാടിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിനെയും അതിന്റെ HOD അഭിനന്ദിക്കാൻ കൂടി അവസരം എടുക്കട്ടെ. സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ PCB ഡിസൈനിന്റെ വിവിധ ലെവലുകളെ പറ്റിയുള്ള അസിസ്റ്റഡ് പോലുള്ള കോഴ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ അടുത്ത നാളുകളിൽ നമ്മുടെ പോളിടെക്നിക് കമ്മ്യൂണിറ്റിയിൽ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ്, ഒരു FDP ഓർഗനൈസ് ചെയ്യുന്നത്. ലീന മാം സൂചിപ്പിച്ചതുപോലെ ഇത് കുറച്ച് നാളുകൾ മുൻപ് തന്നെ സിറ്ററിന്റെ മുൻപിൽ ഈ പ്രപ്പോസൽ വരികയും അന്ന് നമുക്കൊരു ഓഫ്ലൈൻ FDP നമ്മുടെ സിറ്ററിൽ വെച്ച് തന്നെ നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഒരു സമയത്തേക്ക് അതിനെ മാറ്റിവെച്ചത്. എന്തായാലും വളരെ എന്തൂസിയാസത്തോടെ സിറ്ററിന്റെ പോർട്ടൽ വഴി കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്ത ഫാക്കൽറ്റിയെ, ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ കാണുമ്പോൾ ഇനിയും കൂടുതൽ ഈ മേഖലയിൽ അറിവ് നേടാൻ നമ്മുടെ ഫാക്കൽറ്റിക്ക്, നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫിനൊക്കെയും താല്പര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. വളരെ നല്ല ഒരു നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ തന്നത്തില് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ തൊട്ട് മുൻപ് നടന്ന പല ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസും, ഓൺലൈൻ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസും എന്തിനു വേണ്ടി നമ്മൾ അതിനെ എയിം ചെയ്തോ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഇരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അത് പറയാനുള്ള കാരണം, ജോയിന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ കോളേജ്, ഞാനായിരുന്ന കോളേജ് തന്നെ നടത്തിയ ഓൺലൈൻ പ്രോഗ്രാമിൽ ഏറ്റവും അവസാനം സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിലേക്ക് ഒക്കെ വന്നപ്പോൾ അറ്റൻഡൻസ് ഇല്ലാതെയും ഫീഡ്ബാക്ക് സബ്മിറ്റ് ചെയ്യാതെയും ഓൺലൈൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാതെയും ഒക്കെ ഇരുന്ന ധാരാളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാളുകൾ എടുത്തു അതിൻ്റെയൊക്കെയും പ്രോബ്ലംസ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ആ ഒരു ഇതിലേക്ക് കടന്നു പൂർത്തിയാക്കാൻ സാധിച്ചത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു FDP നടത്തുമ്പോൾ അത് ഒരുപാട് ഔട്ട്കംസ് അതിനുണ്ട്. ഒന്ന്, നമ്മുടെ കോളേജ് ഒരു ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്താനുള്ള ഒരു ലെവലിലേക്ക് ഉയർന്നു എന്നുള്ള ഒന്ന്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലെവൽ ഒന്നും കൂടെ കൂടുകയാണ്. പിന്നെ നമ്മുടെ ഫാക്കൽറ്റിക്ക് നമ്മുടെ അനുദിനം മാറുന്ന ഇൻഡസ്ട്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പുതിയ നോളജുകൾ കിട്ടാനുള്ള ഒരു അവസരം. ആ നോളജ് ലഭിച്ചാൽ മാത്രം പോരാ, ഇനി നമ്മുടെ വെർട്ടിക്കൽ മൂവ്മെന്റ്സിനെല്ലാം ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ എത്രയെണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി MBAക്ക് പോകുന്ന കാലഘട്ടത്തിൽ പോലും ഫാക്കൽറ്റിയുടെ ഓരോ വർഷവും എത്ര ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു എന്നുള്ളതൊക്കെ അവിടെയും വളരെ ക്രൂഷ്യലാകുന്നു തന്നെയാണ്. അപ്പം അറിവുകൾ ലഭിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത്. സിറ്ററിന്റെ ഭാഗത്തുനിന്ന് പറയട്ടെ, കൃത്യമായിട്ട് മൂഡിൽ വഴി നിങ്ങളെല്ലാവരും ലോഗിൻ ചെയ്യുക. എല്ലാ സെഷൻസും മുഴുവനായിട്ടും തന്നെ അറ്റൻഡ് ചെയ്യുക. എല്ലാ ഓൺലൈൻ ഫീഡ്ബാക്കുകൾ, എല്ലാ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു പ്രൊസീജിയർ പൂർണ്ണമായും പൂർത്തിയാക്കി ആൾക്കാർ മാത്രമേ സർട്ടിഫിക്കറ്റിന് എലിജിബിൾ ആവുകയുള്ളൂ.
നമ്മുടെ CET എന്നുള്ള റിസോഴ്സ് പേഴ്സൺസിനെയും നെടുമങ്ങാട് തന്നെയുള്ള റിസോഴ്സ് പേഴ്സൺസിനെയൊക്കെ കാണാൻ സാധിച്ചു. നമ്മൾക്ക് നല്ല അറിവുകളുള്ള ഫാക്കൽറ്റി, ടെക്നിക്കൽ സ്റ്റാഫ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അത് മറ്റുള്ള പോളിടെക്നിക്കിലെയും ആൾക്കാർക്ക് ആ അറിവിനെ പകർന്നു കൊടുക്കാൻ വേണ്ടി മുൻപോട്ട് വന്നത് തന്നെ തീർത്തും പ്രശംസനീയമായ മാതൃകയാണ്. നിങ്ങൾ പാർട്ടിസിപ്പൻസിലുള്ളവർക്കും ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് തന്നെ ഒരു പ്രോജക്റ്റ് ഒക്കെയും കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് സമ്പാദിക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും, നടത്തുന്ന എല്ലാവർക്കും എല്ലാവിധ എന്റെ വാക്കുകളെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. And I request our most respected Senior Joint Director, Srimati Seema KN, to deliver presidential address. Thank you, ma'am, for your inspiring and insightful words. Your presence is always the source of encouragement for all of us. The moment we have all been waiting for is here, the formal inauguration of today's event. We are privileged to have Srimati Seema Kane, Senior Joint Director from the Directorate of Technical Education, as a chief guest. I invite ma'am to officially inaugurate the function. Most respected President of this function, Srimati Annie J.D. Sitta, Principal of GPTC Nedumangad, Srimati Leena, Coordinator of this program, Dr. Pavadi, other dignitaries in this program, the members of PCB Design Mastery for Educators program, the faculties for this FDP. A very good morning to one and all. I'm so happy to be a part of this program. ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ട്രെയിൻ സമയത്ത് എത്തിയത് കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കുന്നു. എന്തായാലും നെടുമങ്ങാട് പോളിടെക്നിക് ഇങ്ങനെ ഒരു പരിപാടി ഇനിഷ്യേറ്റ് ചെയ്തതിന് ആദ്യമായിട്ട് മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു വൺ ആൻഡ് ഓൾ ബിഹൈൻഡ് ദിസ് പ്രോഗ്രാം. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഇപ്പോൾ നമ്മുടെ JD സിറ്റർ പറഞ്ഞതുപോലെ ഒരുപാട് ഫാക്കൽറ്റി പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കരിയറിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റ്സിന് FDP അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് FDP പ്രോഗ്രാം വിളിച്ചാലും അപ്ലിക്കൻസ് ഇഷ്ടം പോലെയാണ്. നമ്മൾ അപ്ലിക്കൻസിനെ കേർട്ടൈൽ ചെയ്യേണ്ട ഒരു അവസരം വരെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, FDP പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു എന്നുകൂടി ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. സിൻസ് വി ആർ സ്പെൻഡിങ് 5 days ഫോർ ദിസ്, യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ലേൺ വാട്ട് ദി കോഴ്സ് കോർഡിനേറ്റ് ആക്ച്വലി മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ പറഞ്ഞത് നിങ്ങൾ അതിന്റെ മൂഡിൽ നമ്മൾ ഇടുന്ന എല്ലാ അസൈൻമെന്റ്സുകളും ടെസ്റ്റുകളും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞത്. ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ FDP ചെയ്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് മാത്രം മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ആൾക്കാർ FDPകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവത്തില്ല. യു ഹാവ് ടു എൻഷുർ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാതൃകയായിട്ടിരിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമുക്ക് വി ഹാവ് ടു എൻഷുർ ദാറ്റ് വി ഓൾസോ കീപ് ദി ക്വാളിറ്റി. അനദർ തിങ്, ഇപ്പോ പോളിടെക്നിക് ഇറ്റ്സെൽഫ് ഈസ് ഒരു കംപ്ലീറ്റ് ഫേസ് ഷിഫ്റ്റ് കൂടിയാണ് നമ്മൾ പോളിടെക്നിക്കിന്റെ വിദ്യാഭ്യാസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ റിവിഷൻ 21 കൊണ്ടുവന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പുകൾ. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് 6 സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾ ഇൻഡസ്ട്രിയിലോട്ട് നേരിട്ട് പോകുന്നു. ഇനി നമ്മൾ പുതിയ വി ആർ ഓൺ ദി വേ ടു അവർ പുതിയ സിലബസ് റിവിഷൻ 21 ശേഷമുള്ള പുതിയ റിവിഷന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് സിറ്റർ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇതുവരെ പരിശീലിച്ച് വന്ന, അതുവരെ നമ്മൾ ശീലിച്ച് വന്ന നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള ആ പ്രൊസീജിയറുകളിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ സിലബസിന്റെ കാര്യത്തിലായാലും അറിവിന്റെ കാര്യത്തിലായാലും പുതിയ ഇപ്പൊ AI പോലെയുള്ള പുതിയ ടൂൾസുകൾ വരുന്നു. അപ്പൊ നമ്മളെ വിദ്യാർത്ഥികൾക്ക് അവര് നാളെ കോമ്പിറ്റന്റ് ആയിട്ട് ഇൻഡസ്ട്രിയിലോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ എന്താ പറയാ ടെക്നിക്കൽ സ്കിൽസും നമ്മൾ അവർക്ക് ഇമ്പാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അവരെ ക്യാമ്പസിൽ നിന്ന് പുറത്തോട്ട് വിടാൻ. അപ്പൊ നമ്മൾ സിലബസ് മാത്രം വി ഷുഡ് നോട്ട് ലിമിറ്റ് ഇറ്റ് ടു ദ സിലബസ്. നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ നമ്മൾ അത് നേടിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആ തരത്തിലുള്ള കുറച്ച് ഹോംവർക്കുകളും കൂടി നമ്മുടെ ഫാക്കൽറ്റി എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട്
ഡേ ടു ഡേ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ അതിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കോളേജുകളിൽ ഇന്ന് കോളേജുകളുടെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് വെദർ ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് കരിക്കുലത്തിന്റെ ഭാഗത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗത്തിലായാലും ലാബ് ഫെസിലിറ്റീസിന്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ ഇതുവരെ തുടർന്നു പോന്നിരുന്നത് പറയുന്നത് ദ ഗവൺമെന്റ് വിൽ പ്രൊവൈഡ് എസ് ഫണ്ട്സ്, വി വിൽ ഡു, നമ്മൾ അങ്ങനെ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ചെയ്യും. ആൻഡ് നമുക്ക് പറയാം നമ്മളൊരു 50% ഓഫ് ദ ഗവൺമെന്റ് കോളേജസ് ആർ ഡൂയിങ് വെരി ഗുഡ് ഇൻ ടേംസ് ഓഫ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ലാബ് ഫെസിലിറ്റീസിലൊക്കെ ആയാലും. പക്ഷേ വി ആർ സർട്ടൺ കോളേജസ് ഇപ്പോഴും നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലാത്ത കോളേജുകളുണ്ട്. അപ്പോ നമ്മൾ ഗവൺമെന്റിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആയിക്കൊണ്ട് ഫണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള മോഡുകളിലോട്ട് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുകയും കോളേജുകളെ മാറ്റുകയും ചെയ്യേണ്ട ഒരു ആവശ്യകത ഇപ്പൊ വന്നിട്ടുണ്ട്. ആ ലെവലിലുള്ള ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അല്ലെങ്കിൽ IEDCകൾ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും നിങ്ങളുടെ പരിസരത്തിലുള്ള അങ്ങനത്തെ സാഹചര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും നിങ്ങളുടെ ക്യാമ്പസിൽ വേസ്റ്റ് ആയി കിടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇൻ കോപ്പറേഷൻ വിത്ത് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ അലൂമിനികളോ അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രികളും ഒക്കെ ചേർന്നുകൊണ്ട് ക്യാമ്പസുകളിലോട്ട് ഇൻഡസ്ട്രികളെ കൊണ്ടുവരുന്ന ഒരു കൾച്ചർ നമുക്ക് വരുത്തേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് ഈസ് ഓൾസോ പ്രപ്പോസിങ് സോ മെനി പ്രോഗ്രാംസ്, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ DTയിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ ഇതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് പല ഫാക്കൽറ്റിയുടെയും ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയല്ല, ഇത് ഇടുന്നത് നിങ്ങൾ എല്ലാവരും ഒരുപാട് വി ഹാവ് നോ ഡൗട്ട് അബൌട്ട് ദി കപ്പാസിറ്റി ആൻഡ് കേപ്പബിലിറ്റി ഓഫ് ദി ഫാക്കൽറ്റി ഹു ഈസ് കമ്മിങ് ഇൻ ടു ദി സ്ട്രീം. അപ്പൊ എല്ലാവരും വളരെ കഴിവുള്ളവരാണ്. പക്ഷേ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തിട്ട് എനിക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ മാത്രം ഞാൻ ഇതിന്റെ ഭാഗമാവുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. നോട്ട് ഓൺലി മോണിറ്ററി ബെനിഫിറ്റ്, പക്ഷെ നമ്മൾ അക്കാഡമിക്കലി നമ്മൾ മുന്നോട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കോളേജുകളിൽ വരണം. ബിക്കോസ് നമ്മൾ ഇന്ന് വളരെ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത്. മുമ്പ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഒരു മോണോപോളി ആയിരുന്നു. നമ്മൾ ആരും ചാലഞ്ച് ചെയ്യാനില്ല, നമ്മളെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. വി ആർ ഹാവിങ് 100% അഡ്മിഷൻ, വി ഓൾ വെർ ഇൻ എ വെരി സേഫ് സോൺ. പക്ഷെ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 46 ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ there are 46 സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഓൾസോ. ഈച്ച് ആൻഡ് എവറി പോളിടെക്നിക് വിൽ ഹാവ് 1 or 2 സെൽഫ് ഫിനാൻസിങ് കോളേജസ് അറൌണ്ട് യു. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നാളെ ഒരു മേ ബി 2 or 3 or 4 or 5 years കഴിയുമ്പോൾ മുൻപ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ സ്കൂളുകൾക്ക് സംഭവിച്ചതുപോലെ ഗവൺമെന്റ് പോളിടെക്നിക്കുകൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്ന് ഡിവിഷൻ ഫോൾ സംഭവിക്കുന്ന അവസ്ഥ നമ്മൾ സർക്കാർ സ്കൂളുകളിൽ കണ്ടതാണ്. ഇപ്പൊ സർക്കാർ സ്കൂളുകളുടെ എല്ലാം റീവാമ്പിങ് നടന്നു. നൗ ദേ ആർ ഓൾ ഡൂയിങ് ഗുഡ്. ബട്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിനോട് ഒരിക്കലും പോളിടെക്നിക്കുകളെ തള്ളിവിടാതിരിക്കണമെങ്കിൽ നമ്മൾ പോളിടെക്നിക്കുകളെ നമ്മളുടെ സ്വന്തം സ്ഥാപനങ്ങളായി കണക്കാക്കിക്കൊണ്ട് യു ഹാവ് ടു സ്പെൻഡ് മോർ ടൈം ഓൺ ദാറ്റ്. കറക്റ്റ് 9 മണിക്ക് വന്ന് 4 മണിക്ക് പോയി എന്റെ ജോലി കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് 2 hour തിയറി ഉണ്ട്, ആ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്റെ കാര്യം കഴിഞ്ഞു എന്നുള്ള തരത്തിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലെവലിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ട് വേണം പോളിടെക്നിക്കിനെ കൂടെ നിർത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളുടെ സ്ഥാപനവുമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ ഇനിയുള്ള കാലത്ത് സാധിക്കത്തുള്ളൂ. സോ wherever there is quality, you can be the leader among other institutions. അപ്പൊ ആ ക്വാളിറ്റി എങ്ങനെയാണ് വരിക? ആ ക്വാളിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ NBA അക്രഡിറ്റേഷന് പോകാനായിട്ട് പറയുന്നത്. അപ്പൊ NBA അക്രഡിറ്റേഷന് പോകുന്ന കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് ആ ലാബില്ല, ഈ ലാബില്ല, വർക്ക്ഷോപ്പ് ഇല്ല, ഓഡിറ്റോറിയം ഇല്ല, ഇങ്ങനെ നമ്പർ ഓഫ് ഇല്ലാത്ത കാര്യങ്ങൾ പറയാനാണ് എല്ലാ സ്ഥാപനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത സ്ഥാപനങ്ങൾ തന്നെയാണ് ഓരോ സ്റ്റെപ്പായിട്ട് പടിപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയി NBA കരസ്ഥമാക്കിയുള്ളത്. നിങ്ങൾ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ NBA ലഭിച്ച സ്ഥാപനങ്ങൾ പോയി നോക്കൂ. ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അതർ കോളേജസ്. അപ്പൊ അതുകൊണ്ട് wherever there is quality, അവിടെ നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ ആ ലെവലിലോട്ട് നമ്മൾ ഉയരണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനസിക പരിവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാ ഫാക്കൽറ്റിക്കും ഉണ്ടാകണം. ഓരോരുത്തരും അവരവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ആ ലെവലിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു എഡ്യൂക്കേഷൻ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റും, നല്ലൊരു പ്ലേസ്മെന്റുകൾ കൊടുക്കാൻ പറ്റും. വി ക്യാൻ സ്റ്റാൻഡ് ഔട്ട്. നമ്മളുടെ സമീപത്തുള്ള സ്ഥാപനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്ഥാപനമായിട്ട് ഇത് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ ഓർമ്മയിലോട്ടൊന്ന് വരുത്താനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ച
നെടുമങ്ങാട് പോളിടെക്നിക്കിലെ പ്രിൻസിപ്പളിനെയും കോർഡിനേറ്ററെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി. കൂടാതെ എനിക്ക് വളരെ സന്തോഷം തോന്നി നിങ്ങളുടെ തന്നെ ഫാക്കൽറ്റീസിന് ഇതിന്റെ ഈ പരിപാടിയുടെ ഇതിന് നിങ്ങൾ ക്ഷണിക്കുകയും അവരിതിന്റെ ഭാഗമാവുകയും ചെയ്യുന്നത്. അതായത് നമ്മൾ അതിലിപ്പോൾ ഒരു HOD ആണോ ലെക്ചറർ ആണോ ഏത് ഡെസിഗ്നേഷൻ ആണെന്നുള്ളത് നോക്കാതെ നമുക്കത് നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോന്നിലും എക്സ്പേർട്സിനെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ അവരെ മറ്റുള്ളവർക്ക് അവരുടെ ആ ഒരു റിസോഴ്സ് ഷെയറിങ് എന്ന് പറഞ്ഞ ഇറ്റ്സ് എ വെരി അത് വളരെ നല്ല ഒരു അത് ഇനി തുടരണം. അതിനും അഭിനന്ദനങ്ങൾ നേരുന്നു. ഒരിക്കൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ പരിപാടി ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ബി എ പാർട്ട് ഓഫ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ആൻഡ് താങ്ക് യു. Thank you so much, ma'am, for your encouraging words and for inaugurating this event. Your insights truly motivate us to aim higher and achieve more. Now, I would like to welcome Srimati Deepa KR, Deputy Director of SITTER, for the felicitation speech. എല്ലാവർക്കും നമസ്കാരം. എത്രയും ബഹുമാനപ്പെട്ട സീനിയർ ജോയിന്റ് ഡയറക്ടർ സീമ മിസ്, സിറ്റർ ജോയിന്റ് ഡയറക്ടർ അനി മിസ്, നെടുമങ്ങാട് പോളിടെക്നിക് പ്രിൻസിപ്പൽ ലീന മിസ്, നമ്മളുടെ ഈ ഒരു FDPയുടെ കോർഡിനേറ്റർ പാർവതി മിസ്, റിസോഴ്സ് പേഴ്സൺ ഓഫ് ദിസ് FDP, then other HOD Sheena miss and Saji sir, my colleagues and friends, then the participants of this program, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ കോളേജ് ലെവലിൽ ഒരു FDP കണ്ടക്ട് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്ത കോളേജിനെയും അതിലെ ഫാക്കൽറ്റീസിനെയും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. അതുകൂടാതെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്, ഈ ഒരു FDPയുടെ ടൈറ്റിൽ PCB മാസ്റ്ററി ഫോർ എഡ്യൂക്കേറ്റേഴ്സ്, അങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഒരു സെമി കണ്ടക്ടർ എറ, നെക്സ്റ്റ് ജനറേഷൻ എറ എന്ന് പറയുന്ന സെമി കണ്ടക്ടിവിറ്റിയുടെയാണ്. അപ്പോൾ ആ ഒരു സെമി കണ്ടക്ടർ എറയിലേക്കുള്ളൊരു ഫുഡ് സ്റ്റെപ്പാണ് PCB ഡിസൈൻ മാസ്റ്ററി ഫോർ എഡ്യൂക്കേറ്റേഴ്സ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൺവെൻഷണൽ PCB ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷേ ഈ ഒരു നീഡ് ഓഫ് ദി അവർ എന്ന് പറയുന്നത് PCB ഡിസൈൻ ഒരു ഓട്ടോമോട്ടീവ് സെക്ടർ അല്ലെങ്കിൽ എയറോസ്പേസ് സെക്ടറിലേക്ക് മാറി വരുമ്പോൾ നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ് നമ്മളുടെ സ്റ്റുഡൻസിനെ അതിനുവേണ്ടി എക്വിപ്പ് ചെയ്യുക. ഈ ഒരു എന്താ പറയുക കോമ്പറ്റീഷൻ, റിക്രൂട്ട്മെന്റ് കോമ്പറ്റീഷൻ വേൾഡിലേക്ക് അവരെ എക്വിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ നമ്മളുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി കേരളത്തിലെ ഫുൾ പോളിടെക്നിക്കിലെ ഫാക്കൽറ്റീസിന് ആ ഒരു അറിവ് പങ്കിടുവാൻ വേണ്ടി ഇങ്ങനെ ഒരു FDP അറേഞ്ച് ചെയ്ത നെടുമങ്ങാട് ഫ്രട്ടേണിറ്റിയെ ഫുൾ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ 5 day വർക്ക്ഷോപ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. And wishes. Now, I would like to welcome Mr. Shahjahan S., HOD in charge, Computer Hardware Engineering, GPTC Nedumangad, for the felicitation speech. I request Shahjahan sir to join. Hello, good morning, ma'am. Ma'am, audible ആണ്? സർ കേൾക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഇന്നത്തെ നെടുമങ്ങാട് പോളിടെക്നിക് കോളേജ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന FDP പ്രോഗ്രാം, ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടർ സീമ KN മാം, അതുപോലെ സിറ്റർ JD ആനി എബ്രഹാം മാം, കോളേജ് പ്രിൻസിപ്പൽ ലീന മേരി ജോൺ, ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ പാർവതി ഭാസ്കർ ടീച്ചർ, മറ്റ് പാർട്ടിസിപ്പൻസ്, മറ്റ് അംഗങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ നെടുമങ്ങാട് പോളിടെക്നിക് കോളേജ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ഈ കോളേജിന്റെ ഭാഗമായിട്ട്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ പാർവതി ഭാസ്കർ ടീച്ചർ HOD ആയതിനു ശേഷം ഈ കോളേജിലേക്ക് നിരവധി പ്രോഗ്രാമുകൾ ചെയ്തു. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മാഗസിൻ, അങ്ങനെ അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ കുട്ടികൾക്ക് ഗുണപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് HOD പാർവതി ടീച്ചറിന് കഴിഞ്ഞു. അതുപോലെ അതിനുവേണ്ട എല്ലാ ഹെൽപ്പും നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ലീന മേരി ജോൺ ടീച്ചറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ കുട്ടികൾക്ക് നേരിട്ട് പ്ലേസ്മെന്റിലും റിസൾട്ടിലും ഇത് പ്രതിഫലിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ
ലീഡേഴ്സ് ആയിട്ട് ഇവിടെ ഉള്ള അനി ഇബ്രഹാം മാഡവും അതുപോലെ തന്നെ സിമാക്കാൻ മാഡവും ഒരു ഞങ്ങളൊക്കെ ഒരു എൻഡ് യൂസർ ആയി എന്നുള്ള നിലയിൽ ശരിക്കും ഈ പോളിടെക്നിക് സംവിധാനത്തിൽ ഇടയ്ക്ക് കുറച്ച് നാൾ കുറച്ചൊരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ ശരിക്കും സ്റ്റുഡൻസിനും അധ്യാപകർക്കുമൊക്കെ ഗവൺമെന്റിൽ നിന്നും വേണ്ട സഹായങ്ങളും അത് അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടായാലും അതല്ല അക്കാഡമിക് പരമായിട്ടും ആയാലും വേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ലഭിക്കുന്നു എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന 2 മാമിനും പ്രത്യേകം അഭിനന്ദനങ്ങളും, അതുപോലെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന അതിൽ നമ്മളിവിടുത്തെ തന്നെ സ്റ്റാഫുകളാണ് ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. ഒപ്പം തന്നെ ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു മാം. Thank you, sir, for your inspiring words. Now, I would like to welcome Sri Saji MG, HOD in charge, Department of Computer Engineering, GPTC Nedumangad, for the felicitation speech. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ആനി ടീച്ചർ, സീമ ടീച്ചർ, ദീപക് ടീച്ചർ, കോളേജിലെ പ്രിൻസിപ്പൽ ലീന ടീച്ചർ, പാർവതി ടീച്ചർ, മറ്റ് ഫാക്കൽറ്റീസ്, പാർട്ടിസിപ്പൻസ്, നമ്മുടെ നേരത്തെ സീമ ടീച്ചർ പറഞ്ഞതുപോലെ NBA അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ പോളിടെക്നിക്കിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്താണ് അവിടെ NBA അക്രഡിറ്റേഷൻ്റെ വിസിറ്റ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ബ്രാഞ്ചിന് മാർക്ക് കുറഞ്ഞ ഒരു ടേമായിരുന്നു ഈ സ്വന്തമായിട്ട് FDP കോഴ്സുകൾ നടത്താത്തതിൻ്റെ, കണ്ടക്ട് ചെയ്യാൻ കഴിയാത്ത ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊന്ന് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നെടുമങ്ങാട് പോലുള്ള കോളേജിൽ നമുക്ക് ഫിസിക്കലായിട്ട് കോഴ്സ് നടത്തുന്നതിന് പരിമിതികളുണ്ട്. കാരണം നമുക്ക് അക്കോമഡേഷൻ ദൂരം വേണ്ട പാർട്ടിസിപ്പൻസിന് കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ എടുത്ത ഈ ഓൺലൈൻ FTPക്ക് നല്ലൊരു ആശയമായിരുന്നു. അല്ല, ഒറ്റക്കെട്ടായി നിൽക്കുന്ന നമ്മുടെ പാർവതി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന നല്ല ഒരു ടീം വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ധാരാളം പ്രോഗ്രാമുകൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സും അവരുടെ തീരുമാനമനുസരിച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5 ദിവസം നല്ല രീതിയിൽ അത് കണ്ടക്ട് ചെയ്യാൻ കഴിയട്ടെ എന്നും അതോടൊപ്പം തന്നെ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും നല്ലൊരു ക്ലാസ് 5 ദിവസവും കിട്ടട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sir, for your thoughtful and motivating words. As we approach to the end of this remarkable event, it's time to express our gratitude. To deliver the vote of thanks, I invite Srimati Sabita SV, Lecturer in Electronics Engineering, FDP Coordinator, to take the platform. Good morning. On behalf of the Department of Electronics Engineering, Government Polytechnic College, Nedumangad, I would like to express my deepest gratitude to all the distinguished guests, speakers, and participants who have made this inaugural session a momentous occasion. First and foremost, I would like to extend our heartfelt thanks to Srimati Ani Abraham, Joint Director of SITTER, for her support and delivering the presidential address. Her smile and energy is truly inspiring. Thank you, ma'am. We are honored to have Srimati Seema KN, Senior Joint Director, for inaugurating the program. Her invaluable experience and perspectives on the importance of continuous professional development have further motivated us to excel in our fields. Thank you, ma'am. We are extremely grateful to Srimati Leena of GPTC Nedumangad. Her guidance and leadership continue to inspire and motivate us to strive for excellence in everything we do. Thank you, ma'am. A special thanks to Dr. Parvati Bhaskar, HOD of the Department of Electronics Engineering. Her vision and dedication to the growth of our department and the faculty are truly commendable. Thank you, ma'am. I would like to express our sincere thanks to the esteemed guests who graced us with their presence and for the felicitation ceremony. Srimati Deepa KR, Deputy Director of SITTER, Shri Shahjahan Sir,
faculty in Computer Hardware Engineering, GPTC Nedamangad, Sri Saji Sir, faculty in Computer Technology, Department GPTC Nedamangad. Your presence and words of encouragement have added great value to this event. I would also like to thank the organizing team of our institution, resource persons, our students, and all participants who enrolled to this FDP. We look forward to have fruitful and engaging FDP where we can all gain valuable insights and strengthen our skills in PCB design. Thank you so much. Have a great day. Thank you, ma'am, for your warm and thoughtful words of gratitude. With this, we come to the conclusion of the inaugural function. Thank you all for your gracious presence. Now, let's proceed to the next part of the program. Wishing everyone a productive and enriching day ahead. I request all the participants to join the first session after a 5 minutes break. Thank you. Welcome back, everyone. Now we are moving on to the first session, PCB Design Techniques, Evolution of Design Software and Online EDA Tools. It gives me great pleasure to introduce our distinguished speaker, Mr. Lalu V., Associate Professor from the Department of Electronics and Communication Engineering, College of Engineering, Trivandrum. With an impressive 25 years of teaching experience, he is highly skilled in areas such as embedded systems and power electronics. Let's all warmly welcome Lalu sir. We are eager to hear from you. Over to you, sir. Hello, good morning, everyone. Let me share my PPT. Shall I start? Sir, yes, sir. Yes, please start. Good morning once again. So the topic assigned to me is printed circuit modes with the different types of tools available. It is commercial, freely available, and then online softwares. So I just go through the PCB design process, and this is my content. So പറയുന്നതിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോഴത്തന്നെ ചോദിക്കുക കേട്ടോ. എനിക്ക് മെസ്സേജസ് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓഡിയോ തന്നെ യൂസ് ചെയ്യും. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇൻട്രൊഡക്ഷൻ, ദാറ്റ് ഈസ് PCB. വാട്ട് ഈസ് PCB? ഓക്കെ, then it is developed by an Australian engineer. And from this figure, this slide is moving, right? No. Right now I am on the second slide. Is it the second slide is visible? Introduction. No, sir, it is printed circuit board, first slide. I think it's first slide. Sorry. Sir, second slide ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. Okay. കണ്ടന്റ്. സർ, എൻ്റെ സ്ക്രീൻ ആണോ ഷെയർ ചെയ്തിരിക്കുന്നത്? ആ ഓപ്ഷൻ അല്ല, ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്. എൻ്റെ സ്ക്രീൻ ആണെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. എൻ്റെ സ്ക്രീൻ കൊടുക്കട്ടെ, എന്തെങ്കിലും മൾട്ടിപ്പിൾ സ്ക്രീൻ വരുമോ? ഓക്കെ, എൻ്റെ സ്ക്രീൻ കൊടുക്കാം. വിൻഡോയാണ് കൊടുക്കുന്നത്. ഇപ്പൊ സാർ പ്രസന്റ് ചെയ്യുന്നില്ല, പ്രസന്റേഷൻ ഇപ്പൊ കാണുന്നില്ല. കൊടുത്തു. ഓക്കെ,
Okay, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. Okay, fine. Yes, sir. So this is my topic, content, and then this introduction. They have shown an image of a PCB over here. So this seems to be green in color. Actually, it is a masking, and the point to be soldered is plated. Okay, and this is the solder side of that PCB, and this is a single layer PCB. Okay, and why PCB? See, from the figure itself, see, it seems that a circuit is wired. Sorry? Jyoti ma'am, kindly switch off. Kindly, Jyoti ma'am. I think everybody knows Malayalam, right? So I can continue in Malayalam, so that will be useful to each and everyone, as well as they will have tendency. Then any doubt we can easily ask. Okay. So then the design process എന്ന് പറയുമ്പോഴത്തേക്ക് first of all we have to design a soft circuit. Then we want to test the circuit. For that, usually what we will do is we will either wire on a PCB, breadboard, or connect the components in a general purpose board. We will solder all the components on this general purpose board. That is for test purpose. So if you are connecting it like this, that is, if you are using breadboard, the wiring will be it's complex, and is a tendency of loose connection. So in order to avoid all those things, we can go for a printed circuit board. But that printed circuit board, actually we are not going for a large scale, because we want to test the circuit. Okay. So in that case, we will choose the minimum expense. Okay. So how can we prepare a PCB with the minimum expense so that we can test our circuit? Okay. And for preparing PCB, there are different kinds of PCBs. So there are single side PCB, double side PCB, and multi-layer PCB. Single side PCB means only one side is the we connect. Soldering is only on a single side, and components are placed on the other side. I have images also. Right. So this is a single side PCB. So this is the bottom side, and this is the top side. And bottom side, we have copper track, and it is masked. So wherever it doesn't require soldering, it will mask all this area. Okay. And in addition to that, silk screen printing is also there. Here also legend marking is there. Actually, which component has to be placed in which location. So that is a legend marking. For resistor, what we are using is R series, R1, 2, 3 seconds, all those things. Okay, and this is an PCB for an amplifier. Okay, this is a circuit diagram or a PCB for an amplifier. Okay. And then, so actually we have top side and bottom side. So in single side, on top side, we have only components. Bottom side, we are soldering the components. But in double-sided PCB,
we can place components in both sides. Okay. At the same time, soldering also comes on both sides because we have copper tracks on both sides, top layer as well as bottom side. So this is image of double side PCB. So left hand side is the top layer because see component marking, everything is there. So we can solder all those things. And in between small holes are there called wires. So basically PCB is a single side PCB, multi-layer PCB and double side PCB. In multi-layer PCB, the thickness, say in all the three cases, thickness of the PCB will be same. So multi-layer means more than 2 layers. So inner layer is also there, but the total thickness of the PCB will be same. So normally PCBs are available in 1 mm or 1.2 mm thickness. Okay. And the terminology, bare board, trace, wire, pad. Trace means nothing but copper track used for establishing connectivity. Okay. And then wire. In the case of multi-layer PCB or double-side PCB, so top layer and bottom layer, in between we have an insulating material. Suppose we want to establish connectivity between top and bottom layer, we should have wire. Wire means a small hole with the plating. So that top layer and bottom layer will be in contact. Okay, that is wire. And then pad, that depends upon the components. Pad is nothing but with the, see, I'll show you. So in this diagram, different kinds of ICs are there. So this is one of IC. For that, it has pin on all the 4 sides, starting from this pin number 1, starting from this point. Okay. And under the IC, again, holes are there. And these holes are for connecting, or for establishing connectivity between the top layer and the bottom layer. And the pads are different. So this is a rectangular one for this one. And for some cases, it is circular. So that all those things depends upon the type of component which we are using. Okay. So for example, here, this is 7805 regulator IC. Everyone is familiar. 7805 5-volt regulator IC. And this regulator IC comes in different packages. Okay. This is TO3 package. TO3 package. So the advantage is this is having higher current rating. Okay, it is higher current rating. That is the advantage of this one. And the remaining all those things will be, this will have around 1.5 ampere. And this is a pin type connector. So the IC will be inserted on top layer and soldering is done on the bottom layer. But these two are SMT type.
Okay, so we will place the component on the solder side itself. Okay, so in addition to that single side, double side, and the multi-layer PCB, one more kind PCB is there called a flexible PCB. Okay, this one actually this kind of PCB is used for establishing connectivity between PCBs or between connectors. Okay, so flexible PCB. Actually, this will have a flexibility. So different kinds of flexible, PCBs are there with so many tracks with the different current carrying capacity also. So why current carrying is important is the thickness of the track, thickness as well as width of the track will be different. Okay, thickness as well as width of the track will be different. Okay, that is applicable for normal PCB also. Okay, and this is the PCB flow. So for every circuit, first of all, what we are doing is we will design the circuit. Once design is over, we will go for simulation. So simulation is just for verifying the functionality, whether we are getting the result or not. So definitely for simulation purpose, we have to draw the circuit. Okay, so we have to prepare the schematic of the circuit. If it is a large circuit, we can have sub-schematic. Okay, with some connectors. Okay, so schematic. And while selecting the components, we can choose the footprint also. Okay, what kind of component? So as I said earlier, for a regulator IC, it comes in 4 different packages. Okay, in which one we are going to use. So we can associate that a library part for pack. Okay. So once the schematic is over, so while preparing the schematic itself, we can choose the footprint. So the advantage is while converting that schematic into design process, it will be easy. Okay. So first schematic, then we'll go for design. So in every tool there will be a design option will be there or a converter option will be there which will convert this schematic into a PCB. Okay. And once it is designed, then we will go for placing of these components. Each and every component, what is the location of each and every one. So we have to allocate space for every components. And while placing components, we have to consider so many things. That is, some components may get heated up. So we should provide sufficient spacing for that. Or else we have to provide spacing for inserting heatsink. Okay, and in some cases it may generate in high frequency circuit, the magnetic field will be there. Okay, there what we can give a shielding. So different constraints are there while placing the components. For a simple circuit, doesn't matter. Okay. So placing and then routing. Once components placement is over, we can route the track.
And in every tool, they are providing an auto routing mechanism which will route automatically. Okay. And once a routing is over, we can go for TRC kind checking, design rule check. That is the minimum distance between components, track, different distance between pad, everything is clear. So we can specify distance between track as well as distance between pad, and after that we can do the design rule check. Okay. So all these features are available in a single tool. Okay, different kinds of tools are there. In every tools, all the features are there, and the procedure is also somewhat same. Some features will be different. Some software will have a better library, especially commercially available softwares will have a better library. They provide an easy platform for preparing their footprint also. And then the PCB is over. And once the components are placed, how it look like? That is 3D view of that PCB. That is also possible through the tool itself. Okay. Such things are available in all the tools. I will share some of the tools. See here, Proteus, Altium. All these two tools are commercially used tools. Okay, Proteus, Altium. It is commercially used. That is, we have to purchase all Proteus and Altium. Whereas KiCad Eagle, this is freely available software. KiCad Eagle, it is freely available software. And EasyCAD is an online tool. That is, we need what we require is a computer and net connectivity. Just go to easycad.com, create an account, and do the design. Okay. So these are the tools, and in which majority are using, majority in the sense industry level, Altium and Proteus, all these tools are used. In addition to that, ORCAD is also there. ORCAD is Allegro tool, it's also there. Then for our purpose or education purpose, EasyCAD is better one. Even KiCad is also using. Okay, for education purpose, we can try with the KiCad, EasyCAD and do things. But for professionals, they'll use either Proteus, Altium or ORCAD. ORCAD Allegro tool, right? And then library creation of components in ORCAD. Actually, I not interested in to present this item, but just want to say this facility is there, how to create a component in ORCAD. I'm not showing the steps. Okay. Library creation in the sense, if library is not available, we can set up our own library that is symbol with all those things. Okay, associated things. Then PCB design process, and in PCB design process, the first part is the schematic. Okay, so we can draw the circuit, and here it shows X and Y. It's a connector. അപ്പൊ ഷീന്റെ ക്ലാസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പുറത്ത് നാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ ഫണ്ട് ആരാ കൊടുക്കുക? അല്ല, അങ്ങനെയാണെങ്കിൽ അത് ഷീന്റെ യൂണിറ്റുമായിട്ട് കൊളാബറേറ്റ് please switch off your mic, Jodhima. So this is a digital circuit, right? And
എല്ലാവർക്കും ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ആണ്. സോ 2 inputs and y, correspondingly we have 2 outputs m and k. So this is the symbol used for representing input, and this is the symbol used for representing output. Okay. Or else what we can do is we can place a connector over here. Here also we can place a connector. So while designing, we have to specify the footprint of the connector. Okay. See. A netlist is nothing but a text file. So so if you are comfortable with the KiCad, okay, and you can easily draw schematic, I mean circuit diagram using KiCad. You can do the schematic in KiCad and then prepare a netlist. So netlist is nothing but a text file corresponds to that schematic. Okay, text file corresponds to that schematic. And this netlist can be used in some other tools for preparing layout. Okay, so that is also possible. So you need not to do all those things in a single tool. Whichever tool you are familiar for drawing, you can use that one, prepare netlist, and whichever tool you are comfortable with the PCB design, you can do PCB designing in that tool. And in between, this netlist connects circuit schematic and a PCB. Okay, so that is the advantage of netlist. And here shows different types of components, axial as well as radial. That is how we wish to place the components. Okay, so resistor it is always axial, right? Axial kind components, and capacitors it is radial type. Capacitors radial type, and single line components are also there. This is a resistor pack. Okay, resistor pack. And then assembly type components. Okay, assembly type components. So this is placement of components. So all the components are placed but not routed. So the connectivity is shown in yellow lines. These yellow lines shows the connection between components. Okay. Routing and length. So while routing, usually if it is double layer, bottom layer if you are routing horizontally, top layer will route vertically. Okay, so the length will be minimum. So while routing, the copper track length must be minimum as possible. Okay, and more than that, see here 90-degree corner edges are not there. Okay, 90-degree corner edges are not there. The reason is, if it is saying, especially in the case of high frequency layout, possibilities there for radiation. Okay, so it is always using curved kind lines. That means curved type, right? Okay.
and Gerber file. So first of all, we will prepare schematic, then netlist, then we will go for preparing the PCB. Okay, PCB. So once PCB is completed, we want to manufacture or we want to prepare the PCB. That is, we want to transfer that layout in a copper clad sheet. Okay, copper clad sheet means PCB with one side coated with the copper. So we want to transfer the PCB or the layout. We want to transfer the layout in a copper clad sheet. So for that, automated mechanisms are there. So if you are planning to use a milling machine or prototyping machine, we'll use Gerber file. Okay. So Gerber file is used in between PCB layout and automated machines. In most of the automated machines, we are using Gerber files. Or else what we can do is we can take a printout of the layout. You can take printout of the layout. So in layout, different types of layers are there. Track, bottom layer, top layer, silk screen, region mark. Okay, then mask. So many layers are there. For track, you have to take printout, and then we can go for screen printing. That is one of the methods. Screen printing method. So in screen printing methods, we will take printout of positive part. That is the track as such. Whereas if you are going for photoresist method, we have to print negative. That is just inverted form of the layout. That is in the case of photoresist mechanism. I don't like to explain the mechanisms one by one. Whatever it may be, whether it is screen printing or photoresisting method, if the number of boards are less, actually if you are going for a test purpose, usually we won't go for screen printing method or photoresist method because the initial cost is somewhat higher. Because they have to, for a single PCB or hundreds of PCBs, they have to prepare the mask. So with a single mask, they can prepare one single PCB or any number of PCBs. Okay, so the initial cost is high. So if it is for testing purpose, actually we'll go for prototyping machines where unwanted area is scrubbed off. Okay, that is what milling machine do. Okay, or else the simplest method, that is, we can take a printout in a laser printer and transform the track into copper side by heating up so that the toner is melted and it will act as an opaque on the copper clad sheet. Then we can go for etching. So for that also we will take positive of the layout. Only for photoresist method we will take negative. For screen printing method and for this one we will take positive of the layout. Okay. So once that the layout is transferred, you can go for drilling. For drilling, we will use high speed
drilling machine. A drilling hole depends upon the component you are placing. For normal resistor, mean watt resistor, around 0.7 or 0.8 mm rebate is sufficient, whereas in the case of a rectifier diode requires around 1 or 1.2 mm. Okay, so depends upon the type of component we have to choose the drilling component. Okay. So once drilling is over, again, if it is a mass production, we'll go for masking. That is, the unwanted area will be masked with some kind of material, so that corrosion can be avoided. More than that, soldering will be easier. That is only the point where to be soldered. Only the soldering points will be exposed. Okay. And there are some certain kinds of rules for component placement. Some of the points I have already mentioned. Okay. And here in PCB, the unit what we are using is mil, M-I-L. M-I-L stands for 100, sorry, 1,000th of an inch. 1,000th of an inch, that is 0.001 inch. 1 mil means 0.001 inch. Okay. And in the case of IC, dip IC, okay, distance between the pin, distance between two pins or the pitch, it is about 0.1 mil, 0.1 mil or 2.54 mm. Okay, 2.54 mm or 0.1. So 1 mil means 0.001 inch or 25.4 micrometer. Okay. Okay. I don't want to explain all those things because the coming sessions tomorrow onwards, all the points will be explained in terms of tools there present. Okay. So design rule check. There are 4 types of design rule check: electrical constraints, physical constraints, spacing constraints. And let's see, actually, some of the points I have already mentioned: performance character, electrical constraints, physical constraints. So the physical constraints depends upon track width, via selection, and the layer resistance. All those things. I don't want to read this one by one. All those things will be explained later. Okay. So DRC, that is design rule check, that provision is there on the tool. We have to utilize that, that's all. So before using that design rule check, the minimum distance between lines or minimum distance between pads or wires, all those things we have to mention. Otherwise, the default settings will be taken. Okay. So distance between components is a major issue. That is, if some of the components are, power devices are there, regulator IC, it may get heated up.
power transistor, it may get heated up. So we have to provide heat sink to power dissipator. So sufficient space must be there to place heat sink. And near to that components, the components which are affected by temperature should not be there. Suppose if you are keeping aluminum electrolytic capacitor near to that components which are heating up, definitely that capacitor may or because it's affected by the temperature. Okay, so that is a physical constraint of the and this is the method used is that ironing method, that is just take a laser printout of the layout, just keep it top of this copper clad sheet and then just heat it up so that that layout will be transferred into that PCB. Then we can use copper clad for, we can use etching, and for etching ferrichloride solution will be used, and if you want to improve the speed, a little bit of sulfuric acid is also used. So care must be taken while using this chemical solution. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു PCB ECCAD ചെയ്യുന്നതിനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ സാർ. സാർ നേരത്തെ നെറ്റ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു. നെറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓർക്കാഡിൽ ഏത് സോഫ്റ്റ്വെയറിൽ ചെയ്താലും വേറെ ഏത് സോഫ്റ്റ്വെയറിൽ വേണമെങ്കിലും കോമ്പാറ്റബിൾ ആണോ? കോമ്പാറ്റബിൾ ആണ്. അപ്പൊ ഈ KiCad പോലെയുള്ള സോഫ്റ്റ്വെയറിൽ ചെയ്താലും നമുക്ക് പ്രോട്യൂസിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ജനറലി നെറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. ഇപ്പോ ഈ ഒരു സ്കിമാറ്റിക് വരച്ചു, നമ്മൾ വരച്ച സ്കിമാറ്റിക്കിൽ സിമുലേഷൻ ഫെസിലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ സിമുലേഷൻ ഫെസിലിറ്റി ഉള്ളൊരു ടൂൾ യൂസ് ചെയ്യാം. അവിടേക്ക് ഈ നെറ്റ് ലിസ്റ്റ് കൊണ്ടുപോയി സിമുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ ഈ സിമ്പലും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് നെറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി ആ കമ്പോണന്റ് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഉണ്ടാവും, പക്ഷെ ടെക്സ്റ്റ് ഫോം ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റം കമ്പോണന്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സിമ്പലോ അങ്ങനെ ഒരു കമ്പോണന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്താലേ നമുക്ക് കിട്ടും. വെറുതെ ഒരു സിമ്പൽ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇല്ല. താങ്ക് യു സർ. അത് ഒന്ന് രണ്ട് ടൂള് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കംഫർട്ടബിൾ ആവും. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. ഈ കാണുന്ന PCB എന്ന് പറഞ്ഞ പേപ്പർ ഫിനോളിക് ഉണ്ട്. അതുപോലെ വേറെ കോമൺ ആയിട്ട് വയ്ക്കുന്ന ഗ്ലാസ് എപ്പോക്സിയാണ്. ഗ്ലാസ് എപ്പോക്സി ആണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് പ്രൈസും കൂടുതലായിരിക്കും. സാറ് ഉപയോഗിച്ചിട്ടുള്ളതിൽ നമ്മുടെ ഈ PCB ഡിസൈനിന് കുറച്ച് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്നൊന്ന് പറയാമോ? ഓർക്കാഡാണോ, KiCad ആണോ, പ്രോട്യൂസ് ആണോ? അല്ല, കാരണം ഞാൻ തുടങ്ങിയത് പ്രോട്ടൽ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിലാണ്. പ്രോട്ടലിനകത്ത് ഓട്ടോ റൂട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തുടങ്ങിയത്.
അന്നത് മാനുവലായിട്ട് തന്നെ ഓരോ കമ്പോണന്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നെറ്റും എടുത്തിട്ട് ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ മാനുവലായിട്ട് ഇരുന്ന് വരയ്ക്കണം. ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും ഓട്ടോ റൂട്ടിങ് കിട്ടത്തുമില്ല. കാരണം നമുക്ക് ഈസി ആയിട്ട് ഒരു ലൈൻ മിനിമം ഡിസ്റ്റൻസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ലുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് ജമ്പർ വേറിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓട്ടോ റൂട്ടിങ് എന്ന് പറഞ്ഞാൽ അവൻ ജമ്പർ പരമാവധി ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രോട്ടലിലാണ് ഞാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നത് ഓർക്കാഡ് അല്ലെങ്കിൽ പ്രോട്യൂസ്. പ്രോട്യൂസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഓരോ സംഗതികൾ, കൈക്കാർഡ്, ഈസി കാർഡ്, അതേപോലെ ഈഗിള്, ഇതെല്ലാം ജസ്റ്റ് ട്രയൽ പർപ്പസ് എന്ന രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കൈക്കാർഡിലാണെങ്കിൽ 3D വ്യൂ അവൈലബിൾ ആണ്. 3D വ്യൂ ഒക്കെ കൈക്കാർഡിൽ അവൈലബിൾ ആണ്. പിന്നെ കൊമേഴ്സിൽ അവൈലബിൾ ആണ്. എല്ലാ ടൂൾസിലും ഇപ്പോൾ 3D വ്യൂ അവൈലബിൾ ആണ്. ലേറ്റസ്റ്റ് വെർഷൻസ് എല്ലാം അവൈലബിൾ ആണ്. നേരത്തെ ഒരു WinXP എന്നൊരു സാധനമാണ്, എഡ്വിൻ ഇവിടെ ട്രോണ്ടത്ത് ടെക്നോ പാർക്ക് തന്നെ ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ടൂളാണ്. അത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സംഗതികളിൽ ഇപ്പോൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഇപ്പൊ ആൾട്ടിയം ഉണ്ട്. ഈ കോംപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആൾട്ടിയത്തിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ് വെർഷൻ അല്ലെ ഇവാലുവേഷൻ വെർഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പ്രൊട്യൂസ് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് സംഭവം. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കോംപ്ലിക്കേറ്റഡ് ഉള്ള ഡിസൈൻ പാർട്ടൊന്നും അതിന് ചെയ്തിട്ടില്ല. അത് പുതിയതിൽ ചെയ്തിട്ടുണ്ടാവും, പഴയതിൽ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. 7 or 8 യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ കൈക്കാർഡ് ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുമ്പോൾ 8.08 ആണ്. അതിനകത്ത് ഒരുവിധമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈസി കാർഡ് ഓൺലൈനിലും ചെയ്യാം, ഓഫ്ലൈനിലും ചെയ്യാം. ഓഫ്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീനിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിൽ ഒന്നും സ്റ്റോർ ചെയ്യിക്കണ്ട. അവരുടെ സൈറ്റിൽ തന്നെ എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള പോർഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യണ്ട, എവിടെ പോയാലും എവിടെ ഇരുന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓൺലി തിങ് ഈസ് വി ഹാവ് ടു രജിസ്റ്റർ. ദാറ്റ് ഈസ് വി ഹാവ് ടു ഗെറ്റ് ആൻ അക്കൗണ്ട് ഫസ്റ്റ്. അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ലോഗിൻ ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. ഓക്കെ. ഈ ഓൾട്ടിത്തിലും ഒരു അക്കൗണ്ട് ജനറേറ്റ് ചെയ്താൽ മാത്രമേ സ്റ്റുഡൻറ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടി അക്കാഡമിക് മെയിൽ ഐ ഡി ആണ് യൂസ് ചെയ്യുന്നത്. ഓൾട്ടി അതായത് ഇൻഡസ്ട്രി കൊമേഴ്സ്യലായിട്ട് ഉപയോഗിക്കുന്ന ആൾട്ടിയം, ഓർക്കാഡ്, പ്രോട്യൂസ് ഈ വക സംഗതികളൊക്കെ ടൂൾസിലാണ്. ഈ KiCad എന്ന് പറയുന്നത് ലിനക്സിനും കോമ്പറ്റബിൾ ആണോ? ലിനക്സ് ഞാൻ നോക്കിയിട്ടില്ല. അല്ല, ഈ സൈറ്റിൽ പറയുന്നുണ്ട് ലിനക്സ് സപ്പോർട്ട് പറയുന്നുണ്ട്. ലിനക്സ് സപ്പോർട്ടും പറയുന്നുണ്ട്. ലിനക്സ് സൈറ്റ് ഇതിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടില്ല, ബട്ട് പോസിബിൾ. കാരണം നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് OS ആണ് യൂസ് ചെയ്യുന്നത് ചോദിക്കും. വിൻഡോസ് ആണോ ലിനക്സ് ആണോ ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് സപ്പോർട്ട് ലിനക്സ് ഓൾസോ. ഓക്കെ, താങ്ക് യു സർ. അകത്തൊരു ചെറിയ ഒരു PCB കാണിച്ചിട്ട് മതിയാക്കാം. ഈസി കാർഡിൽ ചെയ്ത ഒരു ബോർഡ്.
കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാം. ഇത് ഈസി കാർഡ് ഓൺലൈൻ ചെയ്യുകയാണ്. ഈസി കാർഡ് ഓൺലൈൻ, ഇപ്പോൾ ഓൺലൈൻ സൈറ്റിൽ പോവുക, നമ്മളൊരു അക്കൗണ്ട് എടുക്കുക. ഇപ്പോൾ ആൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ആ ലോഗിൻ ചെയ്യുമ്പോഴേക്ക് ഈ ഒരു സ്ക്രീൻ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമൽ ടൂൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ. ഇതിപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചിട്ട് PCB, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. സർക്യൂട്ട് ഡയഗ്രാമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആംപ്ലിഫയർ, ഒരു സിമ്പിൾ ആംപ്ലിഫയർ, അതിൻ്റെ ലേഔട്ടാണ്, സ്കിമാറ്റിക്കാണ് ആദ്യം വരയ്ക്കും. ആ വരയ്ക്കുന്നതിനെന്താ പ്രൊസീജിയർ നോക്കിയാണ്. മൈക്രോഫാരഡിന്റെ കപ്പാസിറ്റി നോർമലി അത് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ അത് ചൂസ്, അത് ജസ്റ്റ് ഫിൽറ്ററിങ് ആണ്. അത് കഴിയുമ്പോൾ അതിനകത്ത് അത് റിലേറ്റ് ചെയ്തിരുന്ന കമ്പോണൻസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ആ കപ്പാസിറ്റി ചൂസ് ചെയ്യാം. ഐ മീൻ ഫുട് പ്രിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് കമ്പോണൻറ്റ് ചൂസ് ചെയ്യാം. കപ്പാസിറ്റർ പ്ലേസ് ചെയ്ത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് റെസിസ്റ്ററാണ്. റെസിസ്റ്റർ ഫസ്റ്റ് ഇൻപുട്ട് സൈഡിൽ കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ടാണ് വന്നിരുന്നത്. അത് നെക്സ്റ്റ് റെസിസ്റ്റർ. പക്ഷേ റെസിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്വാർട്ടർ വാട്ടർ റെസിസ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ സിമ്പലും ഫുട്ടിൻ്റെ എല്ലാം സെയിം തന്നെ ആയിരിക്കും. ഓൺലി തിങ് ഈസ് ദ വാല്യൂ വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കമ്പോണൻ്റ് ഇല്ല, ബട്ട് വി ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദ നെയിം. ഓക്കെ, കമ്പോണൻറ്റ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കാണുന്ന ഒരു ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ 2K2 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3.9 ohms എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ എന്താക്കും, 2.2K എന്ന് ടൈപ്പ് ചെയ്യും. ഹലോ സാർ, സാറിന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഇത് മാക്സിമം സ്ക്രീനിൽ കാണാമായിരുന്നു. പറഞ്ഞ ഇവിടെ ക്യാമറ ഹൈഡ്, ക്യാമറ ഓഫ് ചെയ്തു. മൾട്ടിപ്പിൾ സ്ക്രീൻ ആയോ? ഓ, അത് ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ആയോ? ക്ലിയർ ആയോ? ആയിട്ടുണ്ട് സാർ, ആയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മള് അടുത്ത സർക്യൂട്ട് ഡയഗ്രം കംപ്ലീറ്റ് ചെയ്ത് ഡിസൈനിലേക്ക് വന്നു. അപ്പോൾ മുകളിൽ കാണുന്ന ഒരു പിങ്ക് കളർ സ്ക്വയർ കാണുന്നത് ആക്ച്വൽ PCBയുടെ സൈസ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള. അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് ഈ താഴെയുള്ള കമ്പോണൻസ് 1 by 1 ആയിട്ട് പ്ലേസ് ചെയ്ത് വെക്കാം.
place ചെയ്യുന്നതിനോടൊപ്പം തന്നെ you can see some lines. That is the connectivity. That is, these lines has to be converted into track. പ്ലേസിങ് കമ്പോണന്റ് പ്ലേസ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും കമ്പോണൻസ് ഹൊറിസോണലായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ആണ് സാധാരണ പ്ലേസ് ചെയ്യുക. അല്ലാതെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിടാറില്ല. അതായത് എന്തോ ഒരു തമ്പ് റൂളെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അങ്ങനെ ഒരു റൂള് പറയുന്നില്ല, ബട്ട് better always place components either in horizontal direction or vertical, or we can group wise we can place it. Okay. Okay, there is a PCB with the top last printing and legend marking. Legend marking ഇവിടെ കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി എൻ്റെ 3D വ്യൂ. So in EasyCAD, this is a freely available online tool. Okay. Export to PDF folders and so. അതുപോലെ കൈക്കാർഡ്, ഇതൊരു കൺട്രോളർ ബോർഡാണ്. ഇവിടെ കോളേജിൽ തന്നെ ചെയ്ത ബോർഡാണ്. കുട്ടികളുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാലഘട്ടമാണല്ലോ. കുട്ടികളുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ കോമ്പറ്റീഷനുള്ള ഒരു വെഹിക്കിളിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സർക്യൂട്ടാണ്. ഒരു STM32 മൈക്രോ കൺട്രോളറും അതിൻ്റെ ഡ്രൈവറും മോസ്ഫെറ്റും വെച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്ന് 1/1 ആയിട്ട്, ഐ മീൻ ഓരോ പാർട്ടായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് തമ്മിൽ കണക്ടിവിറ്റി പറയുന്നുണ്ട്, പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ലേ ഔട്ടിലേക്ക് വന്നു. സോ ദിസ് ഈസ് ദ ലേ ഔട്ട്. ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ പ്ലേസ് കമ്പോണൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ഡബിൾ ലെയർ ആണത്. ഡബിൾ ലെയർ ആയതുകൊണ്ട് തന്നെ കമ്പോണൻസ് രണ്ട് സൈഡിലും പ്ലേസ് ചെയ്യാം. സോ ഇവിടെ ഇത് മോസ്ഫെറ്റ്, 3 മോസ്ഫെറ്റ് ഈ ഒരു സൈഡിലും അടുത്തത് നെക്സ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും കമ്പോണൻസ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർക്യൂട്ട് കോംപ്ലക്സ് ആവും, ഐ മീൻ ലേ ഔട്ടിങ്. So ഇവിടെ STM microcontroller, this is STM microcontroller, and this is voltage regulator IC, and this is MOSFET driver. Okay. ഈ PCB ഇവിടെ ചെയ്തിട്ട് ഐ മീൻ ലേ ഔട്ട് ഇവിടെ ചെയ്തിട്ട് JLC ചൈനയിലാണല്ലോ ബോർഡ് ഉണ്ടാക്കുന്നത്. JLCക്ക് അയച്ചു കൊടുത്ത് അവർ ചെയ്ത് കൊടുത്താണ്. 5 ബോർഡ് ചെയ്തതിന് 5,000 rupees ഇൻക്ലൂഡിങ് ടാക്സ്. ഇതേപോലത്തെ 5 ബോർഡ് ഫുൾ ഫിൽ ബോർഡായിട്ട് വരും. ഇവിടെ
അവർ തന്നെ സോൾവ് ചെയ്തു. അതിൻ്റെയാണ് മീഡിയേറ്റർ. ഇത് അവരുടെ ഒരു ഈസി മെത്തേഡിൽ ഒരു സോൾഡർ ചെയ്യുന്നതാണ് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിന്റെ മുകളിൽ മണലിട്ടിട്ട് അത് ചൂടാക്കി അതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കമ്പോണന്റ് സോൾഡറിങ് പ്രോസസ്സാണ്. ഹോട്ട് എയർ പമ്പ് ഇല്ലാതിരുന്ന സമയത്ത് അവർ സോൾഡർ ചെയ്തതാണ്. അതിനുശേഷം ഹോട്ട് എയർ പമ്പ് വാങ്ങിച്ചു ബ്ലോവർ വാങ്ങിയിട്ട് രണ്ടാമത് ചെയ്തിരുന്നു. ഇങ്ങനെയും സോൾഡർ ചെയ്യാം എന്ന് കുട്ടികൾ കാണിച്ചിരിക്കുക. അതിൻ്റെ ആ ഒരു ഡയമെൻഷൻ കാണിച്ച PCBയുടെ ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ATM കാർഡിൻ്റെ അത്രയേ ഉള്ളൂ. ഓക്കെ, ATM കാർഡിൻ്റെ എണ്ണത്തിന് 1000 rupees ആയിരിക്കുന്നു, നിയർലി 1000 rupees ആയിരിക്കും. ഇതാണ് അവിടെ വെഹിക്കിൾ. ഈ ഇതിൻ്റെ മുകളിൽ എവിടെ ചെയ്യുന്നത്? ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഹീറ്റ് സിങ്ക് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്, കാരണം മുകളിലും താഴെയും മോസ്ഫെറ്റ് ഉണ്ട്. ഹീറ്റ് സിങ്ക് രണ്ട് സൈഡും വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ പിന്നെ കൂളിംഗ് ഫാനും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് പറ്റിയ പാളിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിൽ കപ്പാസിറ്റർ വെച്ചിരുന്നു, അത് പൊട്ടി. കാരണം വളരെ ക്ലോസ് ആയിട്ടായിരുന്നു. ഇപ്പോൾ അതിനവർ സെപ്പറേറ്റ് വയർ ചെയ്ത് പുറത്തേക്ക് വെച്ചിരിക്കുക. ഈ കൈ കാർഡ് യൂസ് ചെയ്യണോ, ഈസി കാർഡ് യൂസ് ചെയ്യണോ, പ്രോട്യൂസ് യൂസ് ചെയ്യണോ എന്നുള്ളത് ദാറ്റ് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ആണ്. ഓരോരുത്തർക്ക് ഏതാണോ കംഫർട്ടെന്ന് തോന്നുന്നത് അതിനകത്ത് ആ ഒരു പർട്ടിക്കുലർ ടൂള് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ടൂള് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ ബാക്കിയുള്ളതിലെല്ലാം ഫീച്ചേഴ്സ് ആൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊസീജിയർ സെയിം തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഒന്നിന് ടെക്നിക്കൽ വേർഡ്സിൽ ഡിഫറൻസ് ഉണ്ടാവും, മെനുവിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. ബട്ട് പഠിക്കുമ്പോൾ ഏതായാലും ഒരു ടൂള് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കും. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏതോട്ട് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട് സർക്കിളിൽ നിന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ബോർഡ് ചൈനയിൽ ചെയ്യിച്ചതാണ്. ബാംഗ്ലൂർ പ്രൈസ് അന്വേഷിച്ച് കൂടുതലായതുകൊണ്ട് അവർ ചൈനയ്ക്ക് പോയതാണ്. ചൈന അവരുടെ വെബ്സൈറ്റ് JCL PCBs ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ ഈ സാധനം അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര എമൗണ്ടാന്ന് കാണിക്കും. ആ എമൗണ്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ DHL വഴി കൊറിയർ ചെയ്ത് കൊടുക്കും. സിമ്പിൾ. ഓക്കെ, ഇതിനകത്ത് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ എന്താ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി എക്കോ മാരത്തോൺ കോമ്പറ്റീഷന് വേണ്ടി ചെയ്ത ബോർഡാണ് മെയ്ഡ് ഇൻ ഇന്ത്യ. എന്തുവേണമെങ്കിലും നമുക്ക് എഴുതിയേക്കാം. ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഞാൻ ജനറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ പോയിന്റും ഇൻഡെപ്ത് പോകേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് സോൾഡറിങ് മെഷീൻസ് എന്താണ്, വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ്, different ways of transferring layout,
Okay. ഡിയർ പാർട്ടിസിപ്പൻസ്, എന്തെങ്കിലും നമ്മൾ ഈ നല്ലൊരു സെഷൻ കേട്ടു, എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. വി ഹാവ് 5 minutes. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ എല്ലാവരും മുമ്പോട്ട് വരണം. എന്നാലേ നമ്മുടെ ഈ FDP കൊണ്ടൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാവരും ഇൻട്രാക്ട് ചെയ്യുക, മാക്സിമം നമ്മുടെ റിസോഴ്സ് പേഴ്സൺസിനെ യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹലോ സാറേ. സാറേ, നമുക്കിപ്പോ പ്രോട്ടീസിലാണെങ്കിൽ സിമുലേറ്റ് ചെയ്ത് കാണാൻ പ്രോട്ടീസിൽ സിമുലേറ്റ് ചെയ്ത് പറ്റുമോ? കാണാൻ പറ്റും. അതേപോലെ കീ കാർഡില് നമുക്ക് സിമുലേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ? കൈക്കാർഡിൽ ഇപ്പോഴും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറിൽ സിമുലേഷൻ ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? ലേറ്റസ്റ്റ് ഓപ്പൺ സോഫ്റ്റ്വെയർ ആണോ സാറേ? ഓപ്പൺ ആണ്. ഓക്കെ. താങ്ക് യു സാർ. സാറേ നമസ്കാരം. സാറേ, ഈ ഇ-സിം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഫ്രീ സോഫ്റ്റ്വെയർ അല്ലേ? ഇ-സിം കൊമേഴ്സ്യലി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലി യൂസ് ചെയ്യുന്ന മെയിൻ 3 ടൂൾസ് എന്ന് പറയുന്നത്, ഒന്ന് ഓർക്കാഡ് അല്ലെങ്കിൽ അലിഗ്രം, അത് കഴിഞ്ഞാൽ ഔൾട്ടിയർ, പ്രോട്യൂസ്. ഈ 3 സാധനങ്ങളാണ് ഇൻഡസ്ട്രിയിൽ സാധാരണ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന എല്ലാം ഈ ഡിഫറെന്റ് നെയിംസിൽ വരുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്താണ്, ഫ്രീവെയർ തന്നെയാണ്. മെജോറിറ്റിയും ഫ്രീവെയർ തന്നെ. ഹലോ സാർ. പറഞ്ഞല്ലോ സാർ, ഒരു കമ്പോണന്റിന്റെ ഒരു ഫുട് പ്രിന്റ് ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിഫേർഡ് വെബ്സൈറ്റ് അതിന്റെ ഡേറ്റാ ഷീറ്റ് നോക്കിയാൽ മതി. ആ ഡേറ്റാ ഷീറ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും കമ്പോണൻസിന്റെ ഡിസ്റ്റൻസ്. പിന്നെ ഇതിപ്പോ ഈ കാണുന്നത് 7805 IC ആണല്ലോ. ഓക്കെ, അതിന്റെ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. കാണുന്നില്ലേ? എല്ലാരിലും നമുക്ക് ഫുട് പ്രിന്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രിപ്പയർ അവർ സെൽഫ് ദിസ് മച്ച് ഡീറ്റെയിൽസ്. അപ്പൊ ഏതൊരു കമ്പോണന്റ് എടുത്താലും അതിന്റെ ഡീറ്റെയിൽസിൽ അതിന്റെ ഫുട് പ്രിന്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഏത് പാക്കേജ് ആണ്, TOT20 ആണ്, അതിന് മുകളിൽ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതെല്ലാത്തിന്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാണിച്ചിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഇപ്പോഴത്തെ ക്ലാസ്സിന്റെ PDF അവൈലബിൾ ആയിട്ടുണ്ടാവോ വാട്സപ്പില്? PDF സ്ലൈഡിന്റെ സ്ലൈഡോ PPTയോ PDF സാർ ഇപ്പൊ എടുത്തില്ലേ? PDF എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത PPT ആണ്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാന്നുള്ളതല്ലേ. ഷെയർ കാരണം നമ്മൾ ഏത് ടൂളായാലും അത് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. കുട്ടികൾക്ക് അതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇൻഡസ്ട്രി പോയി കഴിഞ്ഞാൽ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലൂടെ എത്താൻ പറ്റത്തുള്ളൂ. അല്ല, നമ്മുടെ ഈ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് കൊണ്ട് മാത്രം ഇൻഡസ്ട്രി ലെവലിൽ പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ കാണിച്ച PCB, തൊട്ട് മുന്നേ കാണിച്ച PCB ഒരു സ്റ്റുഡന്റ് ചെയ്ത PCB ആണ്. ഒരു സ്റ്റുഡന്റ് ചെയ്തതാണ്. അവന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അവൻ സ്വന്തമായിട്ട് അത് പഠിച്ച് ഡിസൈൻ ചെയ്ത് അതിനകത്ത് പാളിച്ചകൾ കണ്ടു, അത് കറക്റ്റ് ചെയ്തു വീണ്ടും വേറെ PCB പ്രിപ്പയർ ചെയ്തു. അപ്പൊ ആ ലെവലില് കുട്ടികളെ ശരിക്ക് അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കണം. ഇതല്ലാതെ നമ്മളൊരു തിയറി സെഷൻ മാത്രമല്ല, ലാബ് സെഷൻ മാത്രം പഠിച്ചത് കൊണ്ട്
ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് നമുക്ക് പറഞ്ഞു വിടാൻ പറ്റും. കുറച്ച് അവരുടെ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് കുറേ അധികം സർക്യൂട്ട്സുകൾ കൊടുത്തിട്ട് അസൈൻമെൻ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും സർക്യൂട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഒരു സർക്യൂട്ട് കൊടുത്ത് ഹാർഡ്വെയർ ചെയ്ത് വരാൻ പറയും. എങ്കിൽ മാത്രമേ അതിനുള്ള ബെനിഫിറ്റ് കിട്ടൂ. അല്ല നമ്മൾ ഈ പ്രൊസീജിയർ മനസ്സിലാക്കി എന്നതുകൊണ്ട് കാര്യമില്ല. പ്രൊസീജിയർ മനസ്സിലാക്കി PCB ചെയ്ത് അതിനകത്ത് കമ്പോണൻസ് സോൾവ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മനസ്സിലാകത്തുള്ളൂ. അതിപ്പോൾ ഇത് ആ ഹീറ്റിംഗ് മെത്തേഡ് വെച്ചാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും ചെയ്യുന്നത്. തുടക്കത്തിൽ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഹീറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പമാണ്. Hope is any more doubt or introduction needed? Okay, thank you, sir. On behalf of the Faculty Development Program, PCB Design Mastery for Educators, I extend my sincere gratitude to Lalu sir for the insightful session. Thank you, sir. Thank you. Dear participants, now it is time for lunch break. Our afternoon session will start at 1 p.m. All are requested to join on time. Thank you.